8 കോടിയുടെ സഹായ വാഗ്ദാനവും. അങ്ങനെ നിങ്ങളെ ബൈ ചാൻസ് ഭാവിയിൽ എവിടെയെങ്കിലും വെച്ച് നോക്കിയാലോ അവിടെ വെപ്രാളാവരുത്. നിങ്ങൾ ടെൻഷൻ ആകുമ്പോൾ അവർക്ക് സംശയം. യുനാനി വൈദ്യത്തിന്റെ മറവിൽ കേരളത്തിൽ നടക്കുന്നത് വ്യാജ ചികിത്സയും മരുന്ന് തട്ടിപ്പും. അംഗീകൃത ഡോക്ടർമാർ 60-ൽ താഴെ, പ്രാക്ടീസ് ചെയ്യുന്നത് ആയിരങ്ങൾ, ലക്ഷങ്ങൾ വഞ്ചിക്കപ്പെടുന്നു. വസ്തുതകൾ നിരത്തി മീഡിയ വൺ അന്വേഷണം. വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക്. പ്രതിഷേധം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച നഷ്ടപരിഹാരം ലഭിക്കാത്തതിൽ. സൂര്യനെല്ലി പെൺകുട്ടിയെക്കുറിച്ചുള്ള കെ സുധാകരന്റെ പരാമർശം ഹീനമെന്ന VS അച്യുതാനന്ദൻ. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന കോൺഗ്രസ്. PJ കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന CPM. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള ടീമിനെ P രാഹുൽ നയിക്കും. 20-അംഗ ടീമിൽ 4 പുതുമുഖങ്ങൾ. ബാഴ്സലോണയ്ക്കായി ലയണൽ മെസ്സി 300 ഗോൾ തികച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ പ്രചാരം വർദ്ധിക്കുന്ന യുനാനി ചികിത്സാ രീതിയുടെ പേരിൽ വ്യാപക തട്ടിപ്പ്. ഇപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരിൽ ഭൂരിഭാഗവും വ്യാജന്മാർ. സർക്കാർ രേഖകൾ പ്രകാരം ചികിത്സിക്കാൻ യോഗ്യതയുള്ളവർ 60-ൽ താഴെ. എന്നാൽ ഡോക്ടർമാരായി രംഗത്തുള്ളവർ 10,000-ലേറെ. മീഡിയ വൺ നടത്തിയ അന്വേഷണത്തിലേക്ക്. യുനാനി മെഡിക്കൽ കോളേജുകൾ കേരളത്തിലില്ല. ആശുപത്രികളും 1-2 മാത്രം. പക്ഷേ ഒരു ഡോക്ടറുടെ സാന്നിധ്യം പോലുമില്ലാത്ത സ്ഥലങ്ങളിലും യുനാനി മെഡിക്കൽ ഷോപ്പുകൾ തഴച്ചു വളരുന്നു. 100% ഗ്യാരണ്ടി തരുന്ന ചികിത്സയെക്കുറിച്ച് വ്യാപകമായ പരസ്യങ്ങളും. കേരളത്തിലെ യുനാനി ചികിത്സയെക്കുറിച്ച് ഞങ്ങളെ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഇതാണ്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ നൽകിയ മറുപടിയിലാണ് യുനാനി ചികിത്സ നടത്താൻ യോഗ്യരായവർ 60ഓളം പേർ മാത്രമേ കേരളത്തിലുള്ളൂ എന്ന് വ്യക്തമാക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തെമ്പാടും യുനാനി ഡോക്ടർമാരുടെ ബോർഡുകൾ ധാരാളം. മലപ്പുറം ജില്ലയിൽ മാത്രം 5000-ലധികം ഡോക്ടർമാരുണ്ടെന്നാണ് ഏകദേശ കണക്ക്. നാഡീ തളർച്ച, ബലഹീനത, ധാതുക്ഷയം, സ്വപ്നസ്ഖലനം, തൃപ്തിയില്ലായ്മ, അർശസ്, ഫിസ്റ്റുല തുടങ്ങിയ രോഗങ്ങൾക്കാണ് യോഗ്യതയില്ലാത്ത ഡോക്ടർമാരുടെ പ്രധാന ചികിത്സ. ഏത് വൈദ്യശാസ്ത്ര മേഖലയിലാണെങ്കിലും ചികിത്സിക്കുന്നതിന് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് വ്യവസ്ഥ. രജിസ്ട്രേഷൻ ഇല്ലാത്തവർ മരുന്ന് കുറിച്ചു കൊടുക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഒരേ പേരിൽ തന്നെ വ്യത്യസ്ത വ്യക്തികൾ വിവിധ സ്ഥലങ്ങളിൽ ചികിത്സ നടത്തുന്ന രീതിയുമുണ്ട്. പിന്നെ ഇതിൽ കയറി ഇപ്പം എൻ്റെ ഒരു 30 വയസ്സായി. 30 വയസ്സായി. നീ എവിടുത്തെ മാത്രം മതി, വേറെ എവിടെ ഇല്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ +2 വരെ പഠിച്ചവർ പോലും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. സ്ത്രീകളടക്കം ഇവരുടെ അടുത്ത് ചികിത്സയ്ക്കെത്തുന്നു. മീഡിയ വൺ കോഴിക്കോട്. സംസ്ഥാനത്ത് പാരമ്പര്യ വൈദ്യത്തിന്റെ പേരിലും യുനാനി ചികിത്സാ തട്ടിപ്പ്. പാരമ്പര്യ വൈദ്യനാണെന്ന് പറഞ്ഞ നിരവധി പേരാണ് ചികിത്സ നടത്തുന്നത്. ഗ്രാമങ്ങളിൽ പോലും ഇത്തരം ചികിത്സ വ്യാപകമാണ്. സെൻട്രൽ കൗൺസിൽ ഫോർ ഇന്ത്യൻ മെഡിസിന്റെ അംഗീകാരമുള്ള കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്കാണ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ രജിസ്ട്രേഷൻ നൽകുക. അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞെന്ന് അവകാശപ്പെട്ട് വ്യാജ രജിസ്ട്രേഷൻ നേടുന്നവരുമുണ്ട്. പാരമ്പര്യ വൈദ്യന്മാർക്കും ചികിത്സിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്. B ക്ലാസ് രജിസ്ട്രേഷൻ എന്നാണ് ഇത് അറിയപ്പെടുക. കേരളത്തിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തവർ 19. 1961 ശേഷം ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നൽകിയിട്ടില്ല. അന്ന് രജിസ്റ്റർ ചെയ്തവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ കുറവ്. മുത്തച്ഛന്റെയും അച്ഛന്റെയും പേരിലുള്ള രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. യോഗ്യതയില്ലാതെ ചികിത്സ നടത്തുന്നവരാണെങ്കിലും അവാർഡുകൾക്കും ആദരവുകൾക്കും ഒരു കുറവുമില്ല. കോഴിക്കോട്ടെ SA റോയിക്കും തിരുവനന്തപുരത്തെ MS സർക്കാരിനും SK സർക്കാരിനുമൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അവാർഡ് ആര് നൽകുന്നു എന്നത് അജ്ഞാതമാണ്. സംസ്ഥാനത്ത് 60-ൽ താഴെ യുനാനി ഡോക്ടർമാരാണ് ഉള്ളത്. 7 കോടിയിലധികം രൂപയുടെ മരുന്നുകളാണ് കേരളത്തിൽ വിൽപ്പന നടക്കുന്നത്. ഹെർമസ്, ഹംദർദ്, സിംല ഫാർമസി, റെക്സ് റെമഡീസ് എന്നിവയാണ് കേരളത്തിൽ മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾ. ഒരു ഡോക്ടർ ഒരു മാസത്തിൽ ശരാശരി 30,000 രൂപയിൽ താഴെയുള്ള രൂപയ്ക്കുള്ള മരുന്നുകളെ നിർദ്ദേശിക്കാറുള്ളൂ. സമീപത്ത് ഡോക്ടർമാരില്ലാത്ത മരുന്ന് ഷോപ്പിൽ പോലും 1 മുതൽ 1.5 ലക്ഷം രൂപ വരെ വിൽപ്പന നടത്തുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന നിരവധി പേർ ഇത്തരക്കാരുടെ അടുത്ത് ചികിത്സ തേടിയെത്തുന്നുണ്ട്. മരുന്ന് വിമാനത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ബില്ല് നിർബന്ധമാണ്. ബില്ലില്ലാതെ മരുന്ന് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് ഡോക്ടർ ഷാഹിദ് അഹമ്മദ് റോയി പറഞ്ഞു തന്നു. ഒരാൾക്ക് 3 മാസത്തിന്റെ മരുന്ന് സ്വന്തം ആവശ്യത്തിന് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊണ്ടുപോകാം. 3 മാസത്തേക്ക് അപ് ടു 90 ഡേയ്സ്. 90 ദിവസം
മരുന്നുകൾ കൊണ്ടുപോവാ. ഇത്ര ചെറിയ മരുന്നൊന്നും ആ കണ്ടുപിടിക്കില്ല. മെയിൻ ലഗേജിൽ വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നിങ്ങള് ബൈ ചാൻസ് ഭാവിയിൽ എവിടെയെങ്കിലും വെച്ച് നോക്കിയാലോ നിങ്ങൾ അവിടെ വെപ്രാളാവരുത്. നിങ്ങൾ ടെൻഷൻ ആകുമ്പോൾ അവർക്ക് സംശയം തോന്നും. ഹെലികോപ്റ്റർ ഇടപാടിൽ അഴിമതിയുണ്ടെന്ന ആരോപണം കഴിഞ്ഞ വർഷം തന്നെ പ്രതിരോധ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമായി. ആരോപണത്തിന്റെ വിശദാംശങ്ങൾ തേടി എംബസിക്ക് പ്രതിരോധ മന്ത്രാലയം കത്തയച്ചിരുന്നു. അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ കരാർ റദ്ദാക്കുന്നതിന് പ്രതിരോധ മന്ത്രി AK ആന്റണി നടപടി ആരംഭിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ചർച്ച ചെയ്യാതെ. 12 അത്യാധുനിക ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള കരാർ ഫിൻമെക്കാനിക്കയും ഉപവിഭാഗവുമായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡും നേടിയെടുത്തതിൽ അഴിമതിയുണ്ടെന്ന ആരോപണത്തിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാണ് പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ഫെബ്രുവരിയിൽ കത്തയച്ചത്. അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഇറ്റലിയിലെ നീതിന്യായ സംവിധാനം അനുവദിക്കില്ലെന്നും അതിനാൽ വിശദാംശങ്ങൾ ലഭ്യമല്ലെന്നും റോമിലെ ഇന്ത്യൻ എംബസി മറുപടി നൽകി. 2012 ജൂലൈയിലും ഒക്ടോബറിലും പ്രതിരോധ മന്ത്രാലയം വീണ്ടും കത്തുകളയച്ചെങ്കിലും വിവരങ്ങൾ കിട്ടിയില്ല. ആഭ്യന്തരാന്വേഷണം നടത്തുന്നതിന്റെ സാധ്യത അന്ന് പ്രതിരോധ മന്ത്രാലയം ആലോചിച്ചിരുന്നുമില്ല. അതേസമയം കോഴയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതിന്റെ തൊട്ടുപിറകെ പ്രതിരോധ മന്ത്രി AK ആന്റണി CBI അന്വേഷണം പ്രഖ്യാപിച്ചു. കരാർ റദ്ദാക്കുന്നതിന് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രിസഭാ സമിതിയുമായോ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായോ ആലോചിക്കാതെയാണ് പ്രതിരോധ മന്ത്രി AK ആന്റണി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. ഗൗരവമേറിയ ആരോപണങ്ങൾ ഉയരുമ്പോൾ ചർച്ചകൾ നടത്തി സമയം കളയുന്നത് ബുദ്ധിയല്ലെന്നായിരുന്നു ആന്റണിയുടെ നിലപാട്. കരാർ റദ്ദാക്കുകയാണെന്ന് കാണിച്ച് കമ്പനിക്ക് അയക്കേണ്ട നോട്ടീസിന്റെ കരട് നിയമമന്ത്രാലയത്തിന് സമർപ്പിക്കാനാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. കരാർ റദ്ദാക്കുന്നതിനൊപ്പം പണം തിരിച്ചെടുക്കുക കൂടി വേണമെന്ന് അഴിമതി വിരുദ്ധ പ്രവർത്തക കിരൺ ബേദി പറഞ്ഞു. But the second is we are more also interested in getting the money back. So what steps is the government? The criminality is different. What steps have they issued a show cause notice to say we want our money back? കരാർ റദ്ദാക്കുക എന്ന തീരുമാനം നടപ്പായാൽ റദ്ദാക്കപ്പെടുന്ന ഏറ്റവും വലിയ പ്രതിരോധ കരാറാകുമിത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കണമെന്ന് കേരളത്തോട് കേന്ദ്ര സർക്കാർ 15 ദിവസത്തിനകം കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ആവശ്യപ്പെട്ട് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാൻ സത്നാം സിംഗ് സംസ്ഥാന വൈദ്യുതി ബോർഡ് ചെയർമാന് കത്തയച്ചു. ഈ മാസം 13-നാണ് കേന്ദ്ര പവർ ഫിനാൻസ് കോർപ്പറേഷൻ സംസ്ഥാന വൈദ്യുതി ബോർഡ് ചെയർമാന് കത്തയച്ചത്. വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി 15 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. ഈ മാസം 5-ന് ദില്ലിയിൽ ചേർന്ന സംസ്ഥാന ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിൽ വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട വിവിധ രീതികൾ ചർച്ച ചെയ്തു. ഇതിനെ തുടർന്ന് സമർപ്പിക്കപ്പെട്ട 2 സമിതികളുടെ ശുപാർശയിലും സ്വകാര്യവൽക്കരണം മാത്രമാണ് പോംവഴിയെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നും കത്തിൽ പറയുന്നു. പൊതു സ്വകാര്യ പങ്കാളിത്തമോ ഫ്രാഞ്ചൈസി മോഡലോ നടപ്പിലാക്കണമെന്നാണ് പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ പ്രധാന ആവശ്യം. സംസ്ഥാന വൈദ്യുതി ബോർഡ് തയ്യാറാക്കുന്ന കർമ്മ പദ്ധതി സംസ്ഥാന വൈദ്യുതി മന്ത്രിയെ അറിയിക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട്. ജയേഷ് രാഘവൻ, മീഡിയ 1, തിരുവനന്തപുരം. പശ്ചിമേഷ്യയിൽ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് നാസയുടെ മുന്നറിയിപ്പ്. ശുദ്ധജല ലഭ്യത കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞതായും പഠന റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കുടിവെള്ള ലഭ്യത കുറഞ്ഞു വരുന്നതായി നാസയുടെ പഠന റിപ്പോർട്ട്. പ്രധാന നദികളിലെ ജലലഭ്യത ഗണ്യമായി കുറഞ്ഞതും ഫലപ്രദമായ നടത്തിപ്പില്ലായ്മയും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയെന്നും റിപ്പോർട്ട് പറയുന്നു. ഭൂഗർഭജലത്തിന്റെ തോതിലും ഗണ്യമായ കുറവുണ്ടെന്ന് സാറ്റലൈറ്റ് മുഖേനയുള്ള രേഖകൾ മുൻനിർത്തി നാസ ചൂണ്ടിക്കാട്ടുന്നു. വർദ്ധിച്ച ജനസംഖ്യ, ആഭ്യന്തര സമസ്യകൾ, ആഗോള താപനം എന്നിവ വെള്ളത്തിന്റെ ലഭ്യത കുറയാനിടയാക്കിയ പ്രധാന കാരണങ്ങളാണ്. UAE ഉൾപ്പെടെ ഗൾഫ് നഗരങ്ങളിലെ വൻ വികസന കുതിപ്പ് വെള്ളത്തിന്റെ ആവശ്യകത വൻതോതിൽ ഉയർത്തിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളിൽ വെള്ളം കുറയുന്നത് പശ്ചിമേഷ്യയിൽ ഗുരുതരമായ സാഹചര്യമാവും ഭാവിയിൽ സൃഷ്ടിക്കുക. ചില അടിയന്തര നടപടികൾ ആവശ്യമാണെന്ന് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. വെള്ളത്തെ അമൂല്യമായി കണ്ട് വിനിയോഗിക്കാനും ജനങ്ങളെ അതിനെ പ്രേരിപ്പിക്കാനും അതാത് രാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്നും പഠന റിപ്പോർട്ട് നിർദ്ദേശിച്ചു. മീഡിയ 1, ദുബൈ. അബുദാബിയിൽ ഗ്രോസറി വിപുലീകരണം നടപ്പാക്കാൻ കൂടുതൽ സമയം അനുവദിച്ചു. പൂട്ടേണ്ടി വരുമെന്ന ഭീഷണി നേരിടുന്ന 1000-ലേറെ ഗ്രോസറി ഉടമകൾക്ക് ആശ്വാസം പകരുന്നതാണ് തീരുമാനം. അബുദാബിയിൽ ഗ്രോസറി വിപുലീകരിക്കുന്നതിന് അപേക്ഷ നൽകാനുള്ള സമയപരിധി മാർച്ച് 6 വരെ നീട്ടി. ഡിസംബർ അവസാനം വരെയായിരുന്നു നേരത്തെ സമയം അനുവദിച്ചത്. ഭൂരിഭാഗം ഗ്രോസറികളുടെയും ജനങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള ആവശ്യം മുൻനിർത്തിയാണ് സമയം നീട്ടിയത്. ജൂൺ 30-നകം വിപുലീകരണം നടത്താത്ത ഗ്രോസറികൾ തുടരാൻ അനുവദിക്കില്ലെന്ന് അബുദാബി ഫുഡ് കൺട്രോൾ അതോറിറ്റി ഔദ്യോഗിക വക്താവ് മുഹമ്മദ് ജലാൽ അൽ റൈസി വ്യക്തമാക്കി. സമയപരിധി നീട്ടി നൽകിയ അധികൃതരുടെ നടപടി മലയാളികൾ ഉൾപ്പെടെ 100 കണക്കിന് ഗ്രോസറി ഉടമകൾക്ക് ഗുണം ചെയ്യും. മീഡിയ 1, അബുദാബി.
ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര ബന്ധമുള്ള 8 സ്വദേശികളടങ്ങുന്ന സംഘത്തെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇറാൻ, ഇറാഖ്, ലബനാൻ എന്നീ വിദേശ രാജ്യങ്ങളുമായി ബന്ധമുള്ള ഇവർക്ക് രാജ്യത്തിന് പുറത്തുനിന്ന് ആയുധ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനടക്കം 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. കുവൈറ്റ് ഡയറി കമ്പനിയുടെ എല്ലാ പാലുൽപ്പന്നങ്ങളും സുരക്ഷിതമാണെന്നും മറിച്ചുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സിഇഒ സലിഹ് അൽ അധീഖി പറഞ്ഞു. KD കൗ പാക്കറ്റ് പാലിൽ അപകടകാരിയായ ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടെന്ന വാർത്ത വന്നിരുന്നു. ഇതേ തുടർന്ന് പാൽ വിൽപ്പന ഗണ്യമായി കുറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഔദ്യോഗിക വിശദീകരണവുമായി കമ്പനി രംഗത്തെത്തിയത്. KD കൗ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പ്രതിമാസം 20 മില്യണിലധികം പാൽ പാക്കറ്റുകൾ കുവൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈത്ത് വൈദ്യുതി ജലവിതരണ വകുപ്പിന്റെ വിവിധ സേവനങ്ങൾക്കായി പൊതുജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത തുകയിൽ റെക്കോർഡ് വർധന. നടപ്പ് സാമ്പത്തിക വർഷം മാർച്ചിൽ അവസാനിക്കാനിരിക്കെ ഇതുവരെ 158 മില്യൺ ദിനാറാണ് പിരിഞ്ഞു കിട്ടിയത്. മുൻകാലങ്ങളിൽ വാർഷിക ശരാശരി 75 മില്യൺ ദിനാറായിരുന്നു. വൈദ്യുതി ഉപഭോഗ കുടിശ്ശികകൾ പിടിച്ചെടുക്കാൻ മന്ത്രാലയം ആസൂത്രണം ചെയ്ത വിവിധ നടപടികളുടെ ഭാഗമായാണ് ഈ വർധന എന്ന് ഉപഭോക്തൃകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി അബ്ദുള്ള അൽ ഹാജിരി വ്യക്തമാക്കി. ഒരിടവേളയിലേക്ക്. കാശ്മീർ താഴ്വര മുതൽ കൊങ്കൺ തീരം വരെ എത്രയേറെ വൈവിധ്യങ്ങൾ, എത്രായിരം സംസ്കാരങ്ങൾ, ആചാരങ്ങളും ആഘോഷങ്ങളും സമ്പന്നമാക്കും മഹത്തായ ഭാരതീയ വിവാഹ മുഹൂർത്തങ്ങൾ. ആഘോഷിക്കൂ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഈ വേദി റിയാലിറ്റി ഷോകളുടെ ചരിത്രം തന്നെ മാറ്റി എഴുതും. സ്ത്രീയെ ഒരിക്കലും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല, എന്നാൽ സ്ത്രീയാണ് യഥാർത്ഥ ചരിത്രം. പെൺകരുത്തിന്റെ 15 പ്രതിനിധികൾ, നിർമ്മലമായ 15 സ്വപ്നങ്ങൾ. മലയാളത്തിൽ വേറിട്ട ദൃശ്യവിരുന്നൊരുക്കി അവൾ വരുന്നു. ചരിത്രത്തിന്റെ ശിലാലിഖിതങ്ങളിൽ പുതിയ അടയാളപ്പെടുത്തലുമായി ഞാൻ സ്ത്രീ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ, brought you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചേമ്പരുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. എൻ്റെ പ്രസ്ഥാനത്തിന് എതിർപ്പുണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ ഉള്ളത് ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു കൂട്ടം ആളുകളാണ് മാധ്യമം നടത്തുന്നത്. അതിൻ്റെ തനി പകർപ്പ് തന്നെയാണ് മീഡിയ ഓൺ എന്ന് പറഞ്ഞാൽ മാധ്യമം ഒന്ന് എന്ന് തന്നെയാണ് മലയാളത്തിലൊക്കെ പറഞ്ഞാൽ. ആദ്യ മാസത്തെ ഒരു സിനിമ അർത്ഥപൂർണമാക്കി. പുതുവർഷത്തെ ആദ്യ ഹിറ്റ് അന്നയും റസൂലും. കണ്ട് രണ്ട് കണ്ണ്, കണ്ട് രണ്ട് കണ്ണ്, കഥകിൻ മറവില് നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ്, കുറുനിര പരത്തണ പെണ്ണ്. പണ്ട് പ്രവാചകൻ മാലാഖയെ കണ്ട് പേടിച്ച് ഭാര്യയായ ഖദീജയോട് എന്നെ പുതപ്പിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. കിസകളിൽ ഇഷ്കിന്റെ അജബുകളോതിയ ഔലിയ പറഞ്ഞില്ല മൗത്താണ് മുഹബത്തെന്ന്. കഥയിൽ വലിയ പുതുമയൊന്നുമില്ല. പ്രണയ ട്രാജഡികളിൽ ആത്മഹത്യ ചെയ്യേണ്ടത് പെണ്ണാണെന്ന പതിവ് ധാരണ ഈ സിനിമയും ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. ചങ്ങമ്പുഴയുടെ രമണന് ശേഷം നിരാശാകാമുകന്മാർ ആരും അങ്ങനെ ആത്മഹത്യ ചെയ്തു കണ്ടിട്ടില്ല.
വാർത്തകളിലേക്ക് തിരിച്ചുവരാം. പയ്യോളി സ്വദേശികളുടെ കൂട്ടായ്മയായ പെരുമയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും കവിയരങ്ങും നടത്തി. കവിയരങ്ങിൽ സത്യൻ മാടാക്കര, ജലീൽ പട്ടാമ്പി, അനൂപ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ചിത്രകാരൻ സത്യന്റെ ചിത്രപ്രദർശനവും നടന്നു. കേന്ദ്ര വാണിജ്യമന്ത്രി ആനന്ദ് ശർമ്മ, UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ലുബ്ന ബിൻത് ഖാലിദ് അൽ ഖാസിമിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ UAEയും തമ്മിലുള്ള വാണിജ്യബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഇന്ത്യയുടെ ഏറ്റവും നല്ല വ്യാപാര പങ്കാളിയായിരിക്കും UAE എന്ന് ആനന്ദ് ശർമ്മ പറഞ്ഞു. ഈ വർഷം 6 മില്യൺ ഉംറ തീർത്ഥാടകരെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് സൗദി ഹജ്ജ് കാര്യമന്ത്രി ഡോക്ടർ ബന്ദർ ബിൻ മുഹമ്മദ് അൽ ഹജ്ജാർ പറഞ്ഞു. 70ഓളം രാജ്യങ്ങളിൽ നിന്നായി നിരവധി തീർത്ഥാടകരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമ്പൂർണ്ണ ഇലക്ട്രോണിക് സംവിധാനം ഏർപ്പെടുത്തി വിസ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് ഇരു ഹമറുകളിലും ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉംറ തീർത്ഥാടക ജിദ്ദ എയർപോർട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. പാലക്കാട് നാട്യമംഗലം സ്വദേശി വെളുത്തത്തൊടി ഖദീജയാണ് മരിച്ചത്. നടപടിക്രമങ്ങൾ ജിദ്ദയിൽ പൂർത്തിയാക്കി ഖബറടക്കം അവിടെ തന്നെ നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഷുക്കൂർ വധക്കേസിലെ ആദ്യത്തെ മൊഴി മാറ്റിയത് CPM ഭീഷണിയെ തുടർന്നാണെന്ന സാക്ഷി PP അബു. പോലീസിന് നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായും അബു പറഞ്ഞു. അബു കണ്ടിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ P ജയരാജനും TV രാജേഷൊക്കെ ഉണ്ട് എന്ന് പോലീസിനോട് പറഞ്ഞ ആ മൊഴിയിൽ അബു ഉറച്ചു നിൽക്കുന്നു. എങ്ങനെ ഇത് കോടതിയിൽ വീണ്ടും ആവർത്തിക്കൂ? ഷുക്കൂറിനെ വധിക്കാൻ CPM നേതാവ് വേണു നിർദ്ദേശം നൽകിയ സമയത്ത് P ജയരാജനും TV രാജേഷും അടുത്തുണ്ടായിരുന്നുവെന്നായിരുന്നു അബുവിന്റെ ആദ്യത്തെ മൊഴി. ഈ മൊഴിയാണ് അബു പിന്നീട് മാറ്റിയത്. വളപട്ടണം CAA സ്ഥലം മാറ്റിയത് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം കൊണ്ടല്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയ്ക്കെതിരെയുള്ള ചന്ദ്രിക പത്രത്തിന്റെ മുഖപ്രസംഗം ലീഗിന്റെ അഭിപ്രായമല്ല, അത് പത്രത്തിന്റെ മാത്രം നിലപാടാണ്. ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് UDF-ൽ ചർച്ച ചെയ്യുമെന്നും PK കുഞ്ഞാലിക്കുട്ടി കൊച്ചിയിൽ പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരത്തിലേക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച നഷ്ടപരിഹാരം അർഹമായ പലർക്കും ലഭിച്ചില്ല. ദുരിതബാധിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് സാങ്കേതിക കാരണം പറഞ്ഞ സർക്കാർ ധനസഹായം നിഷേധിക്കുന്നത്. കാസർഗോഡ് കിഴക്കുംകര ചാലിയമളപ്പിൽ ധന്യയുടെ പേര് എൻഡോസൾഫാൻ ലിസ്റ്റിലുണ്ട്. ധന്യക്ക് സർക്കാർ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകിയ സാന്ത്വനം കാർഡും നൽകി. എന്നാൽ പൂർണ്ണമായും കിടപ്പിലായവർക്കും പരസഹായമില്ലാതെ നടക്കാനാവാത്തവർക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച ധനസഹായം ധന്യക്ക് ലഭിച്ചില്ല. 5 ലക്ഷം പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞേ. നമ്മൾ എന്നിട്ട് കളക്ടറേറ്റ് പോയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് 5 ലക്ഷം പാസ്സായില്ല, അത് മുനിസിപ്പാലിറ്റി കാരണം ഇല്ലതുകൊണ്ട് നിങ്ങൾക്ക് പാസ്സായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞതെന്ന്. അപ്പോൾ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയിലെയും അതിർത്തിയാണ് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ അവസാനത്തെ വീട്, ഇപ്പോഴത്തെ വാർഡ് ഇതിൽ 1ാമത്തെ വീട്, പഞ്ചായത്തിൻ്റെ ലാസ്റ്റ് അതിർത്തി വീട് വന്നിട്ടാണ് നമ്മൾ വീട് കാണുന്നത്. അപ്പോൾ 5 ലക്ഷം മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് തരാൻ കഴിയില്ലെന്ന് അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും സാമ്പത്തിക സഹായം അനുവദിച്ചിരിക്കുന്നുവെന്ന് 2012 ജനുവരി 12 സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൽ 2451 പേർക്ക് 5 ലക്ഷം രൂപയും 1729 പേർക്ക് 3 ലക്ഷം രൂപയും നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. 4182 പേരുടെ ലിസ്റ്റ് വിദഗ്ധരായ മെഡിക്കൽ സംഘം പരിശോധിച്ച് അർഹരായ 1613 പേരെ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും സഹായധനം അനുവദിക്കുമെന്ന് റിപ്പോർട്ട് നൽകിയ ശേഷം പുതുതായി കാറ്റഗറി തിരിച്ച് സഹായം അനുവദിച്ച സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. ദുരിതബാധിതരുടെ കടബാധ്യതയെക്കുറിച്ച് പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കും. ജില്ലയിൽ തന്നെ ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കും തുടങ്ങിയ ഉറപ്പുകൾ മുഖ്യമന്ത്രി നൽകിയതായി ജനപ്രതിനിധികൾ അറിയിച്ചിരുന്നു. എന്നാൽ ഇവ നടപ്പിലാവാത്ത സാഹചര്യത്തിലാണ് ദുരിതബാധിതർ വീണ്ടും സമരത്തിനിറങ്ങുന്നത്. ഷെഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്. മാവോയിസ്റ്റുകൾക്കായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അന്വേഷണ സംഘം തെരച്ചിൽ തുടരുന്നു. വയനാടിനും കണ്ണൂരിനും പുറമെ പാലക്കാട് ജില്ലയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. നക്സൽ വർഗീസ് ദിനമായ നാളെ അതിർത്തിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ സുരക്ഷ ശക്തമാക്കി. ഒരു ഇടവേളയിലേക്ക്.
പരസ്പരമുള്ള നോട്ടങ്ങളിലും സ്പർശങ്ങളിലും പുഞ്ചിരികളിലും സംഗീതമുണ്ടായിരുന്നൊരു കാലം. ദിൽ കേ ദർദ് സുനോ മേരെ ദിൽ കാ പ്യാർ സുനോ. പാവപ്പെട്ടവന് ഈ ലോകത്ത് ഒരു സുരക്ഷിതത്വമില്ല. സംശയത്തിന്റെ അധികാര നോട്ടങ്ങൾ ഏത് നിമിഷവും അവനെ ഒരു ക്രിമിനൽ എന്ന് മുദ്രകുത്തും. ഈ വേദി റിയാലിറ്റി ഷോകളുടെ ചരിത്രം തന്നെ മാറ്റി എഴുതും. സ്ത്രീയെ ഒരിക്കലും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല, എന്നാൽ സ്ത്രീയാണ് യഥാർത്ഥ ചരിത്രം. പെൺകരുത്തിന്റെ 15 പ്രതിനിധികൾ, നിർമ്മലമായ 15 സ്വപ്നങ്ങൾ. മലയാളത്തിൽ വേറിട്ട ദൃശ്യവിരുന്നൊരുക്കി അവൾ വരുന്നു. ചരിത്രത്തിന്റെ ശിലാലിഖിതങ്ങളിൽ പുതിയ അടയാളപ്പെടുത്തലുമായി ഞാൻ സ്ത്രീ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ brought you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചേരുവരുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ആദ്യ മാസത്തെ ഒരു സിനിമ അർത്ഥപൂർണമാക്കി. പുതുവർഷത്തെ ആദ്യ ഹിറ്റ് അന്നയും റസൂലും. കണ്ട് രണ്ട് കണ്ണ്, കണ്ട് രണ്ട് കണ്ണ്, കഥകിൻ മറവിൽ നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ്, കുറുനിര പരത്തണ പെണ്ണ്. പണ്ട് പ്രവാചകൻ മാലാഖയെ കണ്ട് പേടിച്ച് ഭാര്യയായ ഖദീജയോട് എന്നെ പുതപ്പിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. കിസകളിൽ ഇഷ്കിന്റെ അജബുകളോതിയ ഔലിയ പറഞ്ഞില്ല മൗത്താണ് മുഹബത്തെന്ന്. കഥയിൽ വലിയ പുതുമയൊന്നുമില്ല. പ്രണയ ട്രാജഡികളിൽ ആത്മഹത്യ ചെയ്യേണ്ടത് പെണ്ണാണെന്ന പതിവ് ധാരണ ഈ സിനിമയും ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. ചങ്ങമ്പുഴയുടെ രമണന് ശേഷം നിരാശാകാമുകന്മാർ ആരും അങ്ങനെ ആത്മഹത്യ ചെയ്തു കണ്ടിട്ടില്ല. സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള 20-അംഗ കേരള ടീമിനെ പ്രഖ്യാപിച്ചു. കേരള പോലീസിന്റെ പി രാഹുലാണ് ക്യാപ്റ്റൻ. 4 പുതുമുഖങ്ങൾ ടീമിൽ ഇടം പിടിച്ചു. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി രൂപീകരിച്ച ടീമിൽ 3 ഗോൾ കീപ്പർമാരെയും 7 പ്രതിരോധ നിരക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മധ്യനിരയിലുള്ള 6 പേരാണ് ടീമിലുള്ളത്. മുന്നേറ്റക്കാരായി 4 പേരും. കേരള പോലീസിന്റെ കോഴിക്കോട് സ്വദേശി രാഹുൽ പി നയിക്കുന്ന ടീമിൽ 4 പേരാണ് പുതുമുഖങ്ങൾ. തിരുവനന്തപുരത്തെ ശ്രീജു എസ്, എറണാകുളം സ്വദേശി റിനോ ആൻഡോ, മലപ്പുറത്തെ അഹമ്മദ് മാലിക് എന്നിവർ. തീർച്ചയായിട്ടും ഹോമിൽ കളിക്കുന്നതിൻ്റെ പ്രഷർ ഉണ്ടാവും, പക്ഷേ എന്നാൽ തന്നെ ആത്മവിശ്വാസം കൂടും. നമുക്ക് കൂടുതൽ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കളിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും കിട്ടും. SBT ടീമിൽ നിന്ന് 7 പേരും KSBയിൽ നിന്ന് 3 പേരും കേരള പോലീസിൽ നിന്ന് 2 പേരും ടീമിലുണ്ട്. കേരളത്തിന്റെ ആദ്യ കളി അടുത്ത വ്യാഴാഴ്ച ജമ്മു കാശ്മീരുമായിട്ടാണ്. മീഡിയ 1 കൊച്ചി. കൊച്ചിയിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡിയിൽ നിന്ന് ഡൽഹി പുറത്ത്. എതിരില്ലാത്ത 1 ഗോളിനാണ് ബംഗാൾ ഡൽഹിയെ തോൽപ്പിച്ചത്. കൊല്ലത്ത് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ജാർഖണ്ഡിന് ജയം. 1-നെതിരെ 5 ഗോളുകൾക്ക് നാഗാലാൻഡിനെയാണ് ജാർഖണ്ഡ് തോൽപ്പിച്ചത്. ലയണൽ മെസ്സി ബാഴ്സലോണയ്ക്കായി 300 ഗോൾ തികച്ചു. സ്പാനിഷ് ലീഗിൽ ഗ്രനാഡയ്ക്കെതിരെയാണ് മെസ്സിയുടെ നേട്ടം. മത്സരത്തിൽ ബാഴ്സ 2-1 വിജയിച്ചു. 21-ാം മിനിറ്റിൽ ഗ്രനാഡയാണ് ആദ്യം ഗോൾ അടിച്ചത്. 2-ാം പകുതിയിൽ 50-ാം മിനിറ്റിൽ മെസ്സി 300 ഗോളും ബാഴ്സയുടെ സമനില ഗോളും നേടി. 73-ാം മിനിറ്റിൽ തകർപ്പൻ ഫ്രീ കിക്ക് ഗോളിലൂടെ മെസ്സി ടീമിന്റെ വിജയമുറപ്പിച്ചു. يمكن اليوم يصنع الهدف رقم 14 هنا ميسي خلاص
علقها ميسي ووصل إلى الهدف رقم 300. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കാൻ കേരളത്തിന് മേൽ കേന്ദ്ര സമ്മർദ്ദം. പൊതു സ്വകാര്യ പങ്കാളിത്തമോ ഫ്രാഞ്ചൈസി മാതൃകയോ സ്വീകരിക്കണം. 2028 കോടി രൂപ ധനസഹായം. മരുന്നൊന്നും ആരും കണ്ടുപിടിക്കില്ല. മെയിൻ ലഗേജിൽ വെച്ചാൽ ഓക്കെ. അങ്ങനെ നിങ്ങള് ബൈ ചാൻസ് ഭാവിയിൽ എവിടെയെങ്കിലും വെച്ച് നോക്കിയാലും അവിടെ വെപ്രാളാവരുത്. നിങ്ങൾ ടെൻഷൻ ആകുമ്പോൾ അവർക്ക് സംശയം. യുനാനി വൈദ്യത്തിന്റെ മറവിൽ കേരളത്തിൽ നടക്കുന്നത് വ്യാജ ചികിത്സയും മരുന്ന് തട്ടിപ്പും. അംഗീകൃത ഡോക്ടർമാർ 60-ൽ താഴെ. പ്രാക്ടീസ് ചെയ്യുന്നത് ആയിരങ്ങൾ. ലക്ഷങ്ങൾ വഞ്ചിക്കപ്പെടുന്നു. വസ്തുതകൾ നിരത്തി മീഡിയ വൺ അന്വേഷണം. വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക്. പ്രതിഷേധം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച നഷ്ടപരിഹാരം ലഭിക്കാത്തതിൽ. സൂര്യനെല്ലി പെൺകുട്ടിയെക്കുറിച്ചുള്ള കെ സുധാകരന്റെ പരാമർശം ഹീനമെന്ന് VS അച്യുതാനന്ദൻ. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് കോൺഗ്രസ്. PJ കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന് CPM. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള ടീമിനെ P രാഹുൽ നയിക്കും. 20-അംഗ ടീമിൽ 4 പുതുമുഖങ്ങൾ. ബാഴ്സലോണയ്ക്കായി ലയണൽ മെസ്സി 300 ഗോൾ തികച്ചു. വ്യവസായങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നെൽവയൽ നീർത്തട നിയമത്തിൽ ഭേദഗതിക്കൊരുങ്ങുമ്പോൾ എറണാകുളത്തെ വളന്തക്കാട് ദ്വീപുകാർ ആശങ്കയിലാണ്. കണ്ടൽക്കാടുകളും നീർത്തടങ്ങളും നിറഞ്ഞ ദ്വീപിൽ ശോഭ ഡെവലപ്പേഴ്സിന്റെ ഹൈടെക് സിറ്റി പദ്ധതി സർക്കാരിന്റെ പരിഗണനയിൽ സജീവമായി നിലനിൽക്കുന്നതാണ് ദ്വീപ് നിവാസികളെ അലട്ടുന്നത്. ഈ വാർത്തയോടെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് അവസാനിക്കുന്നു. ശുഭരാത്രി. പനങ്ങാട് നിന്ന് 500 മീറ്റർ കായൽ കടന്നാൽ വളന്തക്കാട് ദ്വീപായി. വളന്തക്കാട്ട് ശോഭ ഡെവലപ്പേഴ്സ് ഹൈടെക് സിറ്റി സ്ഥാപിക്കാൻ ധാരണാപത്രം ഒപ്പുവച്ചതും തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും എതിർപ്പ് മൂലം പദ്ധതി മരവിപ്പിച്ചതും ചരിത്രം. വൻകിട പദ്ധതിക്കായി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ ആത്മവേദന പകർത്തിയ ആദി എന്ന നോവൽ സാറ ജോസഫ് പകർത്തിയത് ഈ മണ്ണിൽ വെച്ചാണ്. ആ നോവൽ പങ്കുവയ്ക്കുന്ന ആശങ്കകൾ ഓരോ ദ്വീപ് നിവാസികളുടെയും മനസ്സിൽ ഇപ്പോഴുമുണ്ട്. എല്ലാ മനസ്സിലുമുണ്ട് പൂർവ്വപുണ്യത്തിന്റെ കയങ്ങൾ ആദികൾ എന്ന സാറ ജോസഫിന്റെ വാക്കുകൾ മനസ്സിലിട്ട് ദ്വീപിലൂടെ ഞങ്ങൾ നടന്നു. നഗരത്തിനിടയിലെ ഹരിതശ്വാസകോശം പോലെ കണ്ടൽക്കാടുകൾ, നീർത്തടങ്ങളിൽ ദേശങ്ങളും കായങ്ങളും. 68 കുടുംബങ്ങളിലായി താമസിക്കുന്ന 125ഓളം പേരും ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗം. ശോഭ ഗ്രൂപ്പ് വ്യവസായത്തിനായി വാങ്ങിയിട്ട 320 ഏക്കർ ഭൂമിയെ ചൊല്ലി ജലജീവികൾക്ക് ആശങ്കകളില്ല. എന്നാൽ ആദി എന്ന നോവലിലെ കഥാപാത്രമായ ദ്വീപ് നിവാസി സഹജന് പക്ഷേ ആദിയുണ്ട്. പാലം പണി പോലുള്ള കാര്യങ്ങളൊക്കെ തടസ്സം നിൽക്കുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു പൊതുവഴി പോലും ഞങ്ങളുടെ ഭൂമിയുടെ കൺസെൻറ്റ് മുഴുവൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും ഈ പ്രൊജക്റ്റ് തുടങ്ങാൻ പോകുന്ന കമ്പനിയുടെ കൺസെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും പൊതുവഴി ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. സമരകാലത്ത് ബുദ്ധി ഉറയ്ക്കാത്ത 1-ാം ക്ലാസ്സുകാരൻ അഭിനവനും കൂട്ടുകാർക്കും സ്കൂളിൽ പോവാൻ ഇന്നും വഞ്ചി പിടിക്കണം. വികസനം വന്നില്ലേൽ ചുളുവിലേക്ക് സ്ഥലം വിറ്റ് നാട്ടുകാർ ദ്വീപ് വിട്ടോളും എന്നാണ് കമ്പനിക്കാരുടെ കണക്കുകൂട്ടൽ. കിടത്തി ചികിത്സയില്ലാത്ത ഹെൽത്ത് സെന്ററിൽ ഒരു ദ്വീപിന്റെ വികസനം ഒതുക്കി സർക്കാരും ഇതിന് കൂട്ടുനിൽക്കുന്നു. 2010-ൽ 1 വർഷത്തിനകം നടപ്പാക്കാവുന്ന പദ്ധതികളുടെ കൂട്ടത്തിൽ വളന്തക്കാട്ടെ ശോഭ സിറ്റിയും ഉൾപ്പെടുത്തിയ സർക്കാർ ഇപ്പോഴും പിറകോട്ട് പോയിട്ടില്ല. ഇനി മടക്കയാത്ര. വളന്തക്കാട്ടുകാർ കഷ്ടപ്പാടിന്റെയും പരാധീനതകളുടെയും തുഴയെറിയുന്ന വളന്തക്കാട് കായൽ കടന്ന് സുഖസമൃദ്ധിയുടെ കൊച്ചി നഗരത്തിലേക്ക്. ക്യാമറമാൻ PP സലീമിനൊപ്പം അനിൽ കാരാമൽ, മീഡിയ 1 കൊച്ചി. Today's programs brought to you by കമ്മീഷൻ ഏജന്റ് ഇല്ലാതെ യഥാർത്ഥ പണിക്കൂലി. ടോപ്കോ സംസം, ബാങ്ക് റോഡ്, കണ്ണൂർ. Today's programs brought to you by കിംസ് പിനാക്കിൾ, ഒരു സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രം. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ശശി തരൂർ മലയാളിയായ പ്രമുഖ രാജ്യതന്ത്രജ്ഞനാണ്. പാലക്കാട് ജില്ലക്കാരനായ ശശി തരൂർ
മികച്ച എഴുത്തുകാരൻ കൂടിയാണ്. ദീർഘകാലത്തെ വിദേശവാസത്തിന്റെയും സ്വതന്ത്ര പ്രവർത്തനങ്ങളുടെയും അനുഭവ സമ്പത്തുമായി കേരളത്തിൽ തിരിച്ചെത്തിയ ശശി തരൂർ തിരുവനന്തപുരം ലോകസഭാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ എത്തിയത്. എന്നും വിവാദങ്ങൾ ശശി തരൂരിന്റെ കൂടെയുണ്ട്. ക്രിക്കറ്റ്, ദേശീയ ഗാനം, വിവാഹം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തരൂരിന് വിവാദങ്ങളിലേക്കുള്ള വഴിയാണ്. നമസ്കാരം സർ. നമസ്കാരം ലക്ഷ്മി. എഴുത്തുകാരൻ, രാഷ്ട്രീയക്കാരൻ, നയതന്ത്രജ്ഞൻ ഇങ്ങനെയുള്ള വേഷങ്ങളിൽ സാർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഏത് വേഷമാണ്? അല്ല, കാര്യം ചെയ്യുമ്പോൾ അതിനെ ആ സമയത്ത് തന്നെ ഇഷ്ടപ്പെടുന്നല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഫുൾ എൻഗേജ്മെൻറ്റ് കൊണ്ടാണ് ഞാൻ ചെയ്യുക. അതുകൊണ്ട് ആ സമയത്ത് അതാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ എല്ലാറ്റിലും നമ്മൾക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുന്ന വഴിയാണ്. എൻ്റെ പുസ്തകങ്ങൾ എപ്പോഴും നോവലും കൂടി ഡയറക്റ്റിക്കായിരുന്നു. അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് ചില ലെസൺസ് പഠിപ്പിക്കാനും ചില എൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് അവരെ അറിയിക്കാനാണ് ഈ പുസ്തകങ്ങൾ എഴുതിയത്. അങ്ങനെ 13 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ജനസേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ്, ഇംഗ്ലീഷിൽ പറയും ഹൗ ഡു ഐ മേക്ക് എ ഡിഫറൻസ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയം ചെയ്യുന്ന സമയത്ത് അതാണ് എല്ലാം വെച്ച് പ്രാധാന്യം. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എന്തായാലും മറ്റേ എഴുത്തിനത്ര സമയം കിട്ടിയിട്ട് രാഷ്ട്രീയത്തിൽ വന്ന ശേഷം ഒരു പുസ്തകം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് എഴുതാൻ, അത് 2 മന്ത്രി സ്ഥാനത്തിൻ്റെ ഇടയിൽ. ഈ മന്ത്രി സ്ഥാനം പ്രത്യേകിച്ച് ഡിമാൻഡിങ് ആണ്. നമ്മുടെ കേരള വോട്ടേഴ്സും പ്രത്യേകിച്ച് ഡിമാൻഡിങ് ആണ്. രാവിലെ മുതൽ രാത്രി വരെ എപ്പോൾ വേണമെങ്കിലും താങ്കൾക്ക് ഇൻറ്ററപ്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ആ എഴുത്തുകാരൻ്റെ സോളിറ്റ്യൂഡ് ഇല്ലാത്തൊരു ജീവിതമാണ് രാഷ്ട്രീയം. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കൊരു സംശയവുമില്ല. പക്ഷേ രാഷ്ട്രീയം